ഇടുക്കി അട്ടപ്പനയിൽ ബസ് സ്റ്റാൻഡിലിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് സ്വകാര്യ ബസ് പാഞ്ഞു കയറി. കുമളി സ്വദേശി വിഷ്ണുവിന്റെ ദേഹത്തേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് കിട്ടി. കൂടുതൽ വിവരങ്ങളുമായി സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന്. സിജോ, ഇത് ഭയാനകമായ ഒരു ദൃശ്യമാണ്. ബസ് റിവേഴ്സ് എടുക്കുമ്പോൾ നോക്കാതെ ഈ ആളുകൾ ഇരിക്കുന്ന പ്രദേശത്തേക്ക് കയറി വന്നതാണെന്ന് തോന്നുന്നു. ഈ യുവാവിന്റെ ആരോഗ്യാവസ്ഥ എന്താണ്? കാര്യമായിട്ട് വല്ലതും പറ്റിയോ? യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരവും പ്രധാനപ്പെട്ടതുമായ വാർത്ത. ഇന്നലെ വൈകിട്ട് കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കുമളിയിലെ വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയായിരുന്നു വിഷ്ണുവിന്റെ ദേഹത്തേക്കാണ് ഈ ബസ് ഇടിച്ച് കയറിയത്. ബസ് പിന്നോട്ട് എടുക്കുന്നതിനിടെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. ബസ്സിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ യുവാവിന്റെ കാലിന് ചെറിയ ഒരു പരിക്ക് പറ്റിയതൊഴിച്ചാൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ പരിക്കുകളൊന്നും ഉണ്ടായില്ല. ഉടനെ തന്നെ നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിശദമായ ഒരു പരിശോധന നടത്തി. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഈ വിഷ്ണുവിനെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഭയാനകമാണ്. ഇന്നാണ് ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റ് കാര്യമായ പ്രശ്നങ്ങളില്ല. അല്ല, ഈ ബസ് ഞാൻ ആദ്യം ചോദിച്ചത് ബസ്സിന്റെ റിവേഴ്സ് എടുക്കുമ്പോൾ കാണാതെ പോയത് പ്രശ്നമല്ല, ബസ്സിന്റെ ഫ്രണ്ട് പോർഷനാണ് അദ്ദേഹത്തെ ഇടിക്കാൻ വരുന്നതായി കാണുന്നത്. സിജോ, എന്ന് വെച്ചാൽ അതെങ്ങനെ സംഭവിച്ചതാവും? സാങ്കേതിക പ്രശ്നം വെച്ചാൽ വാട്ട് കൈൻഡ് ഓഫ് ഏത് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം? ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. സർവീസ് തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ബസ് പിറകോട്ട് എടുക്കുന്നതിനിടയിൽ ബസ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അത് സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഇത് ബസ്സിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബസ് മുമ്പോട്ട് നീങ്ങിയപ്പോൾ തന്നെ അത് പിന്നീട് ബ്രേക്ക് ചവിട്ടി നിർത്തുകയും ബസ് അപ്പം തന്നെ പുറകോട്ട് നീക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സിന് തൊട്ട് മുമ്പിലായി കസേരയിൽ ഇരിക്കുന്ന നിലയിലായി ഇരിക്കുകയായിരുന്നു ഈ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ. ഇതിനിടയിലാണ് മുൻഭാഗം തന്നെ വിഷ്ണുവിന്റെ ദേഹത്തേക്ക് വന്ന് കയറുന്നത്. ഈ ബസ്സിനും മുൻഭാഗത്തിനും കസേരയ്ക്കും ഇടയിലായി ആയിരുന്നു വിഷ്ണു. എന്തായാലും പെട്ടെന്ന് തന്നെ ബസ് പിന്നോട്ട് എടുക്കുകയും ചെയ്തു. കാലിന് മാത്രം ചെറിയൊരു പരിക്ക് ആണ് നിലവിൽ ഉള്ളൂ. എന്തായാലും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ വിഷ്ണു രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ശരി, കട്ടപ്പനയിലെ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷോക്കിംഗ് വിഷ്വലാണ്. അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ അവിടെ കസേരയിൽ വിശ്രമിക്കാനിരിക്കുന്ന യുവാവിന്റെ നേരെ, ബസ് കാത്തിരിക്കുന്ന യുവാവിന് നേരെ ബസ് ഇടിച്ചു കയറി വരികയാണ്. അത്ഭുതകരം. അയാൾക്ക് കാര്യമായൊന്നും പറ്റിയില്ല. സിജോയാണ് വിവരങ്ങൾ നൽകി.